അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിംലാൻസ് വ്ലോഗ്. എന്തെല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അടുക്കളയിലാണ്. നമ്മുടെ ഈ വീട്ടിലോട്ട് മാറിയിട്ട് ആദ്യത്തെ നോമ്പാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് നോമ്പാണ്. നോമ്പ് തുറക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ദേ ഇവിടെ അടുപ്പിൽ കുക്കറിൻ്റെ അകത്ത് കുറച്ച് പയറിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് കഞ്ഞിയും പയറും വേണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. നോർമലി കഞ്ഞിയും പയറും ഇവിടെ മസ്റ്റാണ്, പക്ഷേ ഇന്ന് കഞ്ഞിയും പയറും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പയറെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് ആയിട്ട് ഉണ്ടാക്കണമല്ലോ, അത് ചെയ്യാമെന്ന് ഓർത്ത് കുക്കറിൻ്റെ അകത്ത് പയറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മോദകം മോദകം എന്ന് പറയും കേട്ടോ, ആ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളിവടയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ദേ ഇവിടെ സവാളയും ഒരു പച്ചമുളക്, പിന്നെ ഞാനിവിടെ ഉള്ളിവട ഉണ്ടാക്കുന്നത് കോൺഫ്ലോർ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട കിട്ടും. അല്ലാണ്ട് ഞാൻ കടലമാവിലും പിന്നെ നമ്മുടെ എന്താണ് മൈദയിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, ശരിയായിട്ടില്ല കേട്ടോ. എനിക്കതങ്ങോട്ട് ഒരു വെന്ത പോലെ കിട്ടാറില്ല. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. അപ്പം ഞാൻ കുറച്ച് മുളക് പൊടി ഉപ്പ് പിന്നെ കറിവേപ്പില ഇട്ടിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഉണ്ടാക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോമ്പുള്ള ഒരാൾ കറങ്ങി നടക്കുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് നോമ്പുണ്ടായിരുന്നു. പറയും, ഇവിടെ വാ. അന്നമ്മയ്ക്ക് നോമ്പുണ്ട് കേട്ടോ. എല്ലാ വർഷവും അന്നമ്മ നോമ്പ് പിടിക്കും. എത്ര തവണ കഴിച്ചു എന്ന് ചോദിക്കട്ടെ. അന്നൊന്ന് എത്ര തവണ കഴിച്ചു? ഒന്നും കഴിച്ചില്ലേ? രാവിലെ കാപ്പി കുടിച്ചായിരുന്നോ? എന്താ കഴിച്ചേ? പത്തിരി ഉള്ളിക്കറിയും കഴിച്ചു രാവിലെ. അതായത് ഉറക്കം എഴുന്നേറ്റ് 10 മണിയായി. പല്ല് അന്നമ്മ ഇന്ന് താമസിച്ചാണ് ഉറക്കം എഴുന്നേറ്റത്. പിന്നെ ഉച്ചയ്ക്ക് എന്താ കഴിച്ചു? എവിടെ ഉച്ചയ്ക്ക് എന്താ കഴിച്ചെന്ന് പറ. ചിക്കൻ കറിയും. ഇതിൻ്റെ ഇടയിൽ അന്നമ്മ കുറച്ച് ഈത്തപ്പഴം കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് നോമ്പുണ്ടല്ലേ? അന്നു നോമ്പില്ലേ? പറഞ്ഞിട്ട് പോ. നോമ്പുണ്ട്, അതാണ് അന്നുവിൻ്റെ നോമ്പ് കേട്ടോ. എല്ലാ വർഷവും അവൾ പറയും ഒക്കെ നോമ്പുണ്ട് എന്നുള്ള കാര്യം. അവൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒക്കെ അത് കറക്റ്റ് മനസ്സിലായിട്ടില്ല എന്ന്. നോമ്പെന്ന് പറയുന്നത് നമ്മൾ ഫുഡ് നോമ്പാകുമ്പോഴാണല്ലോ നമ്മൾ ആ ഒരു ടൈമിൽ, നോമ്പ് തുറക്കുന്ന ടൈമിൽ ടേബിളിൽ കുറേ ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടിരുന്നിട്ട് നോമ്പ് തുറക്കുന്നത്. ആ ഒരു സിസ്റ്റം നോമ്പ് തുറക്കലിനെയാണ് നമ്മൾ നോമ്പ് പിടിക്കാന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇക്കാക്കും പൈഹൂനും മാത്രമാണ് നോമ്പുള്ളത്. എനിക്ക് നോമ്പെടുക്കാൻ പറ്റത്തില്ല. മീറ്റിംഗ് ആയിരിക്കും, അതുകൊണ്ട് എനിക്ക് നോമ്പില്ല കേട്ടോ. ഇന്ന് ഇക്കാക്കൊക്കെ നോമ്പായതുകൊണ്ട് തന്നെ ചോറ് വയ്ക്കലും പരിപാടികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ അതാണ്, ചിക്കൻ കറി. പിന്നെ ഇക്കാക്ക് രാത്രി പുട്ടോ അങ്ങനെ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യത്തെ നോമ്പായതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല കഴിക്കുന്നത്. വെള്ളം മാത്രം കുടിച്ച് അപ്പം തന്നെ ഒരു പരുവാവും. ഇപ്പം തന്നെ അയ്യോ വയ്യേ എന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് പപ്പായും മോനും. ഇവിടെ ഇല്ല, അമ്മച്ചിയുടെ അടുത്ത് പോയേക്കുവാണ് കേട്ടോ. അമ്മച്ചിക്ക് നോമ്പൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് പോയേക്കുവാണ്. ഇപ്പോൾ വരും. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് കുളിച്ച് റെഡിയായി. എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുക്കിങ്ങിലോട്ട് കയറാമെന്നുള്ള കാര്യം. പ്രധാനമായിട്ടും എന്തെങ്കിലും ജ്യൂസ് ഐറ്റം ഉണ്ടാക്കണം. പിന്നെ ഞാൻ പറഞ്ഞ ആൾക്ക് നമുക്ക് ഉള്ളിവടയും പിന്നെ മോദകവും ഉണ്ടാക്കണം. അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. പിന്നെ രാത്രി പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ഒരു ബിരിയാണിയുടെ റെസിപ്പി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2-3 പീസ് ചിക്കനും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പറ്റുവാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി സെറ്റായിട്ട് വരാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പയറും പഞ്ചസാരയും നമ്മുടെ തേങ്ങയും കൂടി ഇതേപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഓരോ ബോളുകളാക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനെ അങ്ങ് ഉരുട്ടി മാറ്റി വെച്ചു. ആ 6 ഉണ്ടാക്കുന്നവളെ കേട്ടോ. കുറച്ച് ഉണ്ടാക്കിയാൽ മാത്രമേ ചിലവാവുള്ളൂ. പിന്നെ അതിന് വേണ്ടിയിട്ട് മാവും കൂടി കലക്കി എടുത്തിട്ടുണ്ട്. ഈ മാവ് മൈദയാണെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ കലക്കിയത്. പക്ഷേ ഗോതമ്പ് മാവായിരുന്നു. മൈദയും കൂടി മിക്സ് ആയിട്ടുള്ള ടൈപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് നമുക്ക് ഉള്ളിവടയ്ക്കുള്ള ആ ഒരു മിക്സും കൂടി നന്നായിട്ടങ്ങ് കുഴച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇനി നമുക്ക് അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് ഇതൊക്കെ ഒന്ന് പൊരിച്ച് കോരിയെടുക്കാം കേട്ടോ.
ആ സമയത്ത് ഞാൻ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അരിഞ്ഞല്ല ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിനയും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് നേരത്തെ അതങ്ങ് ചെയ്തു വെച്ചതാണ്. അപ്പോഴേക്കും നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഈ ഒരു മോദകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഓരോ ഉരുള എടുത്തിടുക, എന്നിട്ട് ഇതേ കണക്ക് കുഴിയുള്ളൊരു കരണ്ടി എടുക്കും കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മാവാക്കി കൊടുത്തിട്ട് ഈ കരണ്ടിയിൽ തന്നെ ഇങ്ങനെ കോരിയെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ കൈ കൊണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റായിട്ട് വരത്തില്ല. ആദ്യം ഞാൻ ഉണ്ടാക്കിയതിൽ മാവ് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു, കാരണം മാവിന് ഇച്ചിരി കട്ടി ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പിന്നീട് ഇത്തിരി വെള്ളം കൂടി ചേർത്ത് മാവൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സാധനം. അപ്പോൾ ഇതേപോലെ ഇതിൽ കുറച്ച് മഞ്ഞ കളറോ കളർ പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞപ്പൊടിയില്ലേ അതോ ചേർത്താൽ നല്ല മഞ്ഞ കളർ കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഞാൻ കുറച്ച് സോഡാപ്പൊടി ഈ ഒരു മാവിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ റെഡ് കളറാവും, അതുകൊണ്ടാണ് അത് ഇടാതിരുന്നത്. പിന്നെ അത് നല്ല ക്രിസ്പായിട്ടുള്ള ഉള്ളിവടയും റെഡിയാക്കി എല്ലാ സാധനങ്ങളും എടുത്തിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇക്കാക്ക് നല്ല ഇഷ്ടപ്പെട്ടത് ഉള്ളിവടയാണ് കേട്ടോ. അപ്പോഴേക്കും പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് പൊടിയൊക്കെ ഇട്ട് പുരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഈസിയാണ് കേട്ടോ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. തക്കാളി അല്ലല്ലോ, സവാളയും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മസാലപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ചിക്കനെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഇതുപോലെ വെക്കണം കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് ഇതേ കണക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഇന്നത്തെ എൻ്റെ ബിരിയാണിയിൽ ചിക്കൻ കൂടുതലും ചോറ് കുറവായിരിക്കും കേട്ടോ. കാരണം വളരെ കുറച്ച് അരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇക്കാക്ക് പുട്ട് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുട്ടിനുള്ള മാവ് ഇവിടെ നനയ്ക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരി ഒന്ന് വെള്ളത്തിലേക്ക്, അതായത് 1 ഗ്ലാസ് അരി ഉണ്ടായിരുന്നുള്ളൂ, അത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചിക്കൻ നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ലേ, അതിൻ്റെ അകത്തോട്ട് ഞാൻ അരി ഒന്ന് തിളപ്പിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതേ ഉള്ളൂ. ഇതെന്താവുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ കൊളാവും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതങ്ങനെയാണല്ലോ, ഒന്നീ നന്നാവും അല്ലെങ്കിൽ കൊളാവും. ഇത് പുതിനയിലയും മല്ലിയിലയും കൂടി നമ്മൾ എടുത്തു വെച്ചിരുന്നില്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളിക്ക് അരിഞ്ഞ് എടുക്കാൻ മറന്നുപോയി കേട്ടോ, അതും കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതിൽ കാണിച്ചത് ഏതാണ്ട് ഒരു മണിക്കൂറിൽ കൂടുതൽ ഇങ്ങനെ അതായത് ചെറിയ തീയിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഒരുപാട് തീ കൂട്ടാതെ ഇങ്ങനെ തന്നെ ചെറിയ തീയിൽ ഇട്ടാണ് അത് വേവിച്ചെടുത്തേക്കുന്നത്. ഒരുമാതിരി ദം ചെയ്തെടുക്കില്ലേ, സെയിം ആ ഒരു ഇതിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ അറിയായിരിക്കും ഈ ഒരു ബിരിയാണിയെക്കുറിച്ച്. ലാസ്റ്റ് ഫൈനൽ എന്താവുമെന്ന് നമുക്ക് നോക്കാം. 1 ഗ്ലാസ് അരി ഉണ്ടായിരുന്നുള്ളൂ. നാൾക്ക് ഞാൻ ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ബാക്കി വെച്ചിരുന്നതാണ്. അന്ന് എനിക്ക് അത്രയും മതിയായിരുന്നു അരി. 1 കിലോ അരി ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് 1 ഗ്ലാസ് മാറ്റിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പിൻ്റെ അളവിലാണ് എനിക്ക് ചെറിയൊരു സംശയം. ഉപ്പ് കൂടുതലാണോ കുറവാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, അടച്ചു വയ്ക്കുക, അടുപ്പ് കത്തിക്കുക, അത്രയും ഉള്ളെന്നാണ് അതിൽ പറഞ്ഞത്. എന്താവുമെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പം ഞാൻ അടച്ചു വെക്കുന്നു, തീ ഇട്ട് കൊടുക്കുന്നു. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തിളയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കും. പിന്നെ അവർ പറഞ്ഞത് 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. എനിക്ക് പക്ഷേ അത് ടെൻഷനായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് കൊളായി പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്നാൾക്ക് ഞാൻ ഈ അരിക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ച് വേവിച്ചപ്പോഴായിരുന്നു അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇനി വെന്തില്ലെങ്കിലോ എന്നുള്ളൊരു എൻ്റെ പേടി കാരണം ഞാൻ ഇച്ചിരി കൂടെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നോക്കി നോക്കട്ടെ എങ്ങനെയാവും എന്താവുമെന്ന്. ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പം ഇക്ക പുട്ടൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ട്. ഇനി ഒരു 9:30 ആവട്ടോ വരാം. അപ്പം റൈഹാൻ പള്ളിയിൽ പോയി നോമ്പ് തുറന്നു, തറാവിക്ക് പോയി. അപ്പോൾ അവൻ വരാനായിട്ട് 9 മണി കഴിയും. ആ സമയം കൊണ്ടൊക്കെ നമുക്കിത് റെഡി ആയാൽ മതി. ഇനി ഏതാണ്ട് 10 മണിക്ക് ശേഷമൊക്കെ ഫുഡിൻ്റെ ആവശ്യം വരത്തുള്ളൂ. അതവിടെ ഇന്ന് റെഡി ആവട്ടെ. അന്നമ്മ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അവൾക്ക് രാത്രി ഇനിയൊന്നും വേണ്ടാന്ന്. ഓക്കെ, അപ്പം ഇതിവിടെ റെഡി ആവട്ടെ. ജസ്റ്റ്
ജസ്റ്റ് ഒന്നിങ്ങനെ തിള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം കുറച്ച് വെക്കാം. ഉപ്പ് കറക്റ്റായാൽ മതിയായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ഇത് സെറ്റാവട്ടെ. പാത്രം അടി പിടിക്കുന്നതല്ലാത്തത് കൊണ്ട് അടി ഇതുവരെ പിടിച്ചിട്ടില്ല. ഞാനൊരു ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ ഇതിലാണ് വെക്കുന്നത്. ഇതുവരെയും പ്രശ്നം വന്നിട്ടില്ല. ഒരു ഉറപ്പിലാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു പാത്രത്തിലേക്ക് വെക്കുന്നത്. അറിയാൻ വയ്യ. ഓക്കെ, ഇനി ഇത് റെഡിയായിട്ട് കാണാം കേട്ടോ. ഉമ്മച്ചി വീട്ടിൽ നിന്ന് അച്ചപ്പം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമായിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ അവിടെ സെറ്റായി കേട്ടോ. അതിൻ്റെ ഇടയിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മാഷാല്ലാ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ബിരിയാണിയാണ്. ചിക്കന് നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. റൈസും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം. അപ്പോഴാണത് നന്നായിട്ട് കിട്ടുക. ചിക്കൻ വേവൂലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈസി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഭയങ്കര എളുപ്പത്തിൽ. അപ്പോൾ ഉമ്മച്ചി വീട്ടിൽ നിന്ന് അച്ചാറും ഉപ്പിലിട്ട മാങ്ങയൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്താക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ പരിപാടി ഇത്രയേ ഉള്ളൂ.